ഷിരൂരിൽ ദൗത്യം നിർണായക ഘട്ടത്തിലാണ്. ഈശ്വർ മാൽപ്പയെ പുഴയിലിറങ്ങാൻ തയ്യാറെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഈശ്വർ മാൽപ്പയുടെ പ്രതികരണത്തിലേക്ക് പോകാം. SP സാറ് ഒരു വാട്ടി ചൊല്ലി നിന്ന 6 മണിക്ക് നീ ബാ ഇവിടെ ചെയ്യാന്ന്. 6 മണിക്ക് വന്ന് ഞാൻ ഇവിടെ തന്നെ ഒരു കീഴെ പോകണോ നമ്മൾ പോലീസുകാരെ വിടില്ല, നിങ്ങൾ പോകണ്ട പെർമിഷൻ ഇല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു പെർമിഷനായി ഞങ്ങൾ ഐബിലെ റൂം കൊടുത്തിട്ടുണ്ടെന്ന്. പിന്നെ അവർ ഇറങ്ങാൻ ചൊല്ലില്ല. പിന്നെ അവസാനം ഇപ്പോൾ എല്ലാവർക്കും പോനാക്കി DC ഫോൺ എടുത്ത് പിന്നെ 10 മിനിറ്റ് വിട്ടു ചൊല്ലാന്ന് ചൊല്ലി. പിന്നെ 6 ഫോൺ ഇട്ടില്ല. ലാസ്റ്റ് പിന്നെ SP കാർക്കേ ഫോണാക്കി. പിന്നെ SP കാർ നിങ്ങൾ കീഴെ ഇറങ്ങുന്നത് പെർമിഷൻ കൊടുത്തു. പിന്നെ പെർമിഷൻ കൊടുത്തു. അത് എന്ന ആക്കുന്ന ഒരു വാട്ടി പോയിക്കോ ഒരു വാട്ടി വേണ്ടെന്ന് சொல்லறது നമുക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൊടുക്കണം. നേരത്തെ சொல்லு ഈ ഒരു നമ്മൾ വെള്ളത്തിലെ പോകുന്നുണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പെർമിഷൻ കൊടുത്താൽ നല്ലത്. ഇപ്പോൾ കൊഞ്ചം വേലയൊക്കെ 99% വേലയൊക്കെ നിർത്താൻ പിന്നെ റോഡ് ബുദ്ധിമുട്ടാവും. അതേമാതിരി ഇപ്പോൾ ഞങ്ങളിപ്പോൾ കീഴെ പോയി തിരക്കൽ പോകും, പിന്നെ കൂപ്പിടും, അതേ ബുദ്ധിമുട്ട്. അതിന് ഇപ്പോൾ SP കാർക്ക് ഫോണാക്കി ഇപ്പോൾ കീഴെ പോകാൻ ചൊല്ലി നമ്മൾ കീഴെ ഇറങ്ങിപ്പോൾ ഇപ്പം അതേ നിന്നെ പോലീസ് പ്രശ്നം കീഴെ പോകാൻ വിട്ടില്ല. ഇത്ര വർഷം തെരച്ചിൽ ഞാൻ 6 മണിക്ക് വന്ന് നിങ്ങൾ നോക്കിയിരുന്നു. 6 മണി ഇപ്പം മണി 8 മണി. ഈ ഷൂട്ടിട്ടുണ്ട് മേലെ നിൽക്കാനാവില്ലേ. വെള്ളത്തിലെ പോയാൽ മാത്രം ഇല്ല ഒരുപാട് ഇതാവും, ചൂടാവും. 6 മണി 2 മണി ചൂട് അവിടെ തന്നെ നിന്നിട്ടുണ്ട്. ഇവർ ബർലിന് എത്ര കാത്തിരിക്കും ഞങ്ങൾ. ഇല്ല ഇപ്പം ഞാൻ ഫോണാക്കി നിങ്ങൾ കീഴെ ഇറങ്ങാൻ ചൊല്ലി SP കാർ. സാർ ഇത്ര വെയിറ്റ് പണിത് അവർ പെർമിഷൻ. പിന്നെ പോലീസുകാർ നിങ്ങൾ പെർമിഷൻ വേണമെന്ന് നമ്മൾ വെയിറ്റ് പണിത്. ഇപ്പൊ കൂടിക്കൊണ്ട് പറഞ്ഞുണ്ട്. ഞങ്ങൾ തിരക്ക് കാണുക എന്തെങ്കിലും സിലിട്ടർ എന്തെങ്കിലും കിട്ടി അർജുൻ്റെ ബോഡി ഇല്ല അർജുൻ്റെ ഗാഡിൻ്റെ ഒരു കയറ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടല്ലോ. അതേ ഭാഗത്ത് ഇപ്പോൾ എന്തെങ്കിലും പിന്നെ ബോഡിൻ്റെ എന്തെങ്കിലും അവശേഷം കാണുന്നു. തിരക്ക് ഇപ്പോൾ വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂൾ അങ്ങനെ. ശരി ഇറങ്ങിപ്പോ കണ്ടി. ഈശ്വർ മാൽപ്പ ഇറങ്ങുന്നതിന് മുൻപ് നടത്തിയ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. AK അഭിലാഷ് ഷിരൂരിൽ നിന്ന് നമുക്കൊപ്പം ഉണ്ട്. ഗുഡ് മോർണിംഗ് AK അഭിലാഷ്. രാവിലെ മുതൽ തന്നെ കാത്തു നിൽക്കുകയാണ്. 8 മണി മുതൽ 6 മണി വരെയാണ് ഡ്രഡ്ജിംഗ് കമ്പനിയുമായുള്ള കരാർ. ഡ്രഡ്ജിംഗ് വെസൽ അവിടെ കൊണ്ടുവന്ന് അത് പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തി എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി. എന്നിട്ടും ഈശ്വർ മാൽപ്പയ്ക്ക് പോലും രാവിലെ ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് അഭിലാഷ്? സുജിയ, നമ്മൾ തുടക്കം മുതൽ അതായത് കഴിഞ്ഞ 2-3 ദൗത്യങ്ങളുടെ സമയത്ത് മുതൽ കാണുന്ന അതേ കാര്യങ്ങൾ, അതേ നാടകം തന്നെയാണ് ഇപ്പോഴും ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഉന്നതതലങ്ങളിൽ നിന്ന് അനുമതി നൽകും. MLA അല്ലെങ്കിൽ DCP അല്ലെങ്കിൽ SP അടക്കമുള്ള ആളുകൾ, കളക്ടർ അടക്കമുള്ള ആളുകൾ സമ്മതം നൽകും. പക്ഷേ ഇവിടേക്ക് എത്തുന്ന സമയത്ത് വീണ്ടും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് തടസ്സവാദങ്ങൾ ഉന്നയിച്ചും ഓർഡർ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടും പലപ്പോഴും ഇങ്ങനെ തടസ്സപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അതിൻ്റെ ഒരു തനിയാവർത്തനം തന്നെ എന്ന് വേണം കരുതാൻ. കാരണം ഇന്നലെ MLA സതീഷ് സൈനി അടക്കമുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ കളക്ടർ അടക്കമുള്ള ആളുകൾ ഇന്ന് രാവിലെയോട് കൂടി 6 മണിക്ക് തന്നെ ഈശ്വർ മാൽപ്പയോടും സംഘത്തോടും ഇവിടെ എത്താനും അതോടൊപ്പം തന്നെ ദൗത്യത്തിൻ്റെ ഭാഗമായി ചേരാനും നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഇന്ന് ആ നിർദ്ദേശപ്രകാരം തന്നെ അവർ ഇന്ന് രാവിലെ തന്നെ എത്തുകയും പുഴയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള ആ ഡ്രസ്സ് അടക്കം ധരിച്ചുകൊണ്ട് ഇറങ്ങാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. ആ ഘട്ടത്തിലാണ് പോലീസിൻ്റെ ഇടപെടലുണ്ടാകുന്നത്. പോലീസ് പറയുന്നത് ഓർഡറില്ല, നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് കയറി പോകണം എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഇക്കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ഉത്തരവ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ തനിക്ക് അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ താൻ ഇതുമായി ദൗത്യവുമായി ചേർന്ന് നിൽക്കുകയാണ്, അതോടൊപ്പം തന്നെ ഇത് തീരുന്നവരെ ഞാൻ ഇവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് SP യെ വിളിച്ചതിന് ശേഷമാണ് ഇപ്പോൾ SP ഒരു വാക്കാലുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈശ്വർ മാൽപ്പയ്ക്കും സംഘത്തിനും പുഴയിലേക്ക് ഇറങ്ങാമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഏതായാലും ഈശ്വർ മാൽപ്പ അല്പസമയങ്ങൾക്കകം തന്നെ പുഴയിലേക്ക് ഇറങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തെ നമുക്കിവിടെ ഇതിൽ തന്നെ കാണാൻ കഴിയും. അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങളും ഉണ്ടാവുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹം തനിച്ചു മാത്രമാണ് ഉള്ളത്. അദ്ദേഹം പറയുന്നത് ഈ സ്വിമ്മിംഗ് ഡ്രസ്സ് ഇട്ടിട്ടുകൊണ്ട് ഒരു കാരണവശാലും പുറത്ത് നിൽക്കാൻ കഴിയില്ല. കാരണം ഇത്രയും ചൂടുള്ളൊരു വസ്ത്രമാണ്. അതുകൊണ്ട് പുഴയിലേക്ക് ഇറങ്ങാനുള്ള അനുമതി, സ്വതന്ത്രമായ ഒരു അനുമതി വേണം. കാരണം എല്ലാ ഘട്ടത്തിലും ഓരോ സമയത്തും പുഴയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അനുമതി വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് പ്രാവർത്തികമല്ല. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ അനുമതി കിട്ടിയാൽ മാത്രമേ പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും ഈ നിർദ്ദേശം ജില്ലാ ഭരണകൂടം അംഗീകരിച്ചതായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മാൽപ്പയ്ക്ക് അനുമതി നൽകുകയും ചെയ്യുന്നു. അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ
ഇപ്പോൾ നടത്തുന്നത്. അതേ സമയത്ത് ഇപ്പോൾ ഡ്രഡ്ജിങ് 8 മണിയോട് കൂടി തന്നെ പുനരാരംഭിക്കാൻ കഴിയുമെന്നായിരുന്നു ഇന്നലെ അടക്കം പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 8:45 സമയമാകുന്നു. പക്ഷേ ഇതുവരെ ഡ്രഡ്ജിങ് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആളുകളൊക്കെ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ സമീപത്തേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രഡ്ജിങ് തുടങ്ങാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് ഒരു 10 മിനിറ്റുകൾക്കകം തന്നെ ഈ ഡ്രഡ്ജിങ് പുനരാരംഭിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്നലെ ഈ വാഹനത്തിൻ്റെ ഭാഗം കണ്ടെത്തിയത് ഈ കോൺടാക്ട് പോയിന്റ് 4 കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിൽ തന്നെയായിരിക്കും ഇന്ന് നടത്തുക. പ്രധാനമായും കഴിഞ്ഞ ദിവസം ജാക്കി കണ്ടെത്തിയതും അതോടൊപ്പം തന്നെ ഇന്നലെ വാഹനത്തിൻ്റെ വാട്ടർ കാരിയർ കണ്ടെത്തിയതുമൊക്കെ ഇതേ മേഖലയിലാണ്. അതോടൊപ്പം തന്നെ വാഹനത്തിൽ കെട്ടിയിരുന്ന ഈ കയറടക്കം ഈ മേഖലയിൽ കുറേ ഭാഗം കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഗം കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിൽ തന്നെയായിരിക്കും ആദ്യഘട്ടത്തിൽ നടക്കുക. ഏതായാലും ഈ തെരച്ചിൽ തുടങ്ങിയ ശരി, തെരച്ചിൽ തുടങ്ങട്ടെ. നമുക്ക് വീണ്ടും അതിലേക്ക് എത്താം.